നിങ്ങളുടെ കയ്യിൽ ഒരു ഇലക്ട്രിക് വാഹനമോ ഇന്ധന വാഹനമോ ഉണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് വളരെ സന്തോഷകരമായ ഒരു വാർത്ത എത്തിയിരിക്കുന്നു. പെട്രോൾ ഡീസൽ വാഹന ഉടമകളെ അപേക്ഷിച്ച് കൂടുതൽ ആനുകൂല്യങ്ങളും പ്രവർത്തന കാലാവധിയും നൽകി EV വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് 1989 വമ്പൻ ഭേദഗതി വരുത്തിയാണ് കേന്ദ്രം പുതിയ കരട് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ഈ പുതിയ ഭേദഗതിയിൽ നമ്മെ കാത്തിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായി 1.5 വർഷത്തെ അധിക കാലാവധി. സാധാരണ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് നൽകുന്ന കാലാവധിയേക്കാൾ 5 വർഷം കൂടി അധിക കാലാവധി ഇനി ഇലക്ട്രിക്, ഹൈഡ്രജൻ, CNG വാഹനങ്ങൾക്ക് ലഭിച്ചേക്കും. അതായത് നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം കൂടുതൽ കാലം മാറ്റമില്ലാതെ ഉപയോഗിക്കാം. പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കാനാണിത്. രണ്ടാമതായി ഡിജിറ്റൽ നാഷണൽ പെർമിറ്റ്. ഇനി പെർമിറ്റിനായി ഓഫീസുകൾ കയറിയിറങ്ങി പേപ്പർ വർക്കുകൾ ചെയ്ത് സമയം കളയേണ്ട. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ സർവീസ് നടത്തുന്ന വാണിജ്യ വാഹനങ്ങൾക്കുള്ള നാഷണൽ പെർമിറ്റ് സംവിധാനം പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നു. അപേക്ഷയും അനുബന്ധ നടപടികളും പൂർണ്ണമായും ഓൺലൈൻ വഴിയാകുന്നതോടെ ട്രാൻസ്പോർട്ട് മേഖലയ്ക്ക് കാര്യങ്ങൾ വളരെ വേഗത്തിലും സുതാര്യമായും പൂർത്തിയാക്കാം. മൂന്നാമതായി ഘടക നിർമ്മാതാക്കൾക്കും ട്രേഡ് സർട്ടിഫിക്കറ്റ്. നിലവിൽ വാഹന നിർമ്മാതാക്കൾക്കും ഡീലർമാർക്കും മാത്രമാണ് ട്രേഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. എന്നാൽ പുതിയ ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതോടെ ഓട്ടോമോട്ടീവ് ഘടക നിർമ്മാതാക്കൾക്കും ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇതോടെ വാഹന ഭാഗങ്ങൾ പരിശോധിക്കുന്നതിനും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനുമുള്ള നടപടികൾ വളരെ ലളിതമാകും. അതേസമയം ഇത് നിലവിൽ ഒരു കരട് നിർദ്ദേശം മാത്രമാണ്. നിയമമാകുന്നതിന് മുമ്പ് വ്യവസായ രംഗത്തുള്ളവർക്കും പൊതുജനങ്ങൾക്കും ഇതിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഈ ഭേദഗതികൾ നിലവിൽ വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഗതാഗത മൊബിലിറ്റി രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെ നടക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ.